ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന സിനിമയുടെ പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തി പാട്ടുകൾ പാടാനായി ഗായകരൊക്കെ തീരുമാനിച്ചു. താരകരൂപിണി എന്ന പാട്ട് കമ്പോസിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമയിലെ ഗ്രൂപ്പ് പ്രൊഡ്യൂസർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ചോദിച്ചാൽ അത് ആരാ പാടുന്നത് ചോദിച്ചു. സ്വാമി പറഞ്ഞത് ബ്രഹ്മാനന്ദനാണ് പാടുന്നതെന്ന്. അപ്പോൾ ഈ ഗ്രൂപ്പ് എതിർത്തു. ഇല്ല, പറ്റൂല, ഇത് മറ്റൊരു ഗായകൻ തന്നെ പാടിയേ പറ്റൂ, അത് ഞങ്ങളുടെ താല്പര്യമാണ്, കച്ചവട താല്പര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാമി പറഞ്ഞു ഇല്ല, ഇത് ഞാൻ തീരുമാനിച്ചു, ബ്രഹ്മാനന്ദനെ പാടും. ഇവർക്കിടയിൽ ഒരു തർക്കം ഉടലെടുത്തു. തർക്കത്തിൻ്റെ ഒടുവിൽ സ്വാമിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ആ തർക്കം അവസാനിച്ചത്. പ്രൊഡ്യൂസർ വളരെ ശക്തമായിട്ട് ഇത് എതിർത്തു. പറഞ്ഞു, ഈ പാട്ട് ബ്രഹ്മാനന്ദൻ പാടി നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് തരാം. അങ്ങനെയാണ് തർക്കം അവസാനിക്കുന്നത്. അപ്പോൾ അച്ഛനത് പാടി. ഇന്ന് ബ്രഹ്മാനന്ദൻ എന്ന ഗായകനെ തിരിച്ചറിയുന്ന ഒരു പാട്ട് കൂടിയാണ് താരകരൂപിണി. താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും. താരകരൂപിണി. അച്ഛൻ പറയാറുണ്ട്, ദക്ഷിണാമൂർത്തി സ്വാമി എനിക്ക് തന്ന മുത്താണ് താരകരൂപിണി എന്നുള്ളത്. അത് അച്ഛനെ ഒരുപാട് ലൈവാക്കി നിർത്തിയ ഒരു സംഭവമായിരുന്നു. ഈ ഹർഷവർഷ നിശീധിനിയിൽ നമ്മൾ ഈണവും താളവുമായിണങ്ങി. ഈ ഹർഷവർഷ നിശീധിനിയിൽ നമ്മൾ ഈണവും താളവുമായിണങ്ങി. ഈ ജീവസംഗമ ധന്യത കാണുവാൻ ഈരേഴുലകും മണിയൊരുങ്ങി. താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും. താരകരൂപിണി. അർജുനൻ മാസ്റ്ററുടെ ചില പാട്ടുകൾ ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എത്രയോ കളർഫുള്ളായിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ചിത്രീകരണ സാധ്യതകൾ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നും. കാരണം അദ്ദേഹം വളരെ എന്താ പറയുക, മുമ്പേ പറന്ന പക്ഷി എന്നൊക്കെ ഒരു വിശേഷണത്തിന് അർഹനായ ആളാണ്. അർജുനൻ മാസ്റ്ററുടെ പാട്ടുകൾ പലപ്പോഴും അന്നത്തെ കാലത്ത് അടിപൊളി എന്നൊക്കെ ഒരുപക്ഷെ സംഗീതാസ്വാദകർ അന്നുള്ളവർ, അടിപൊളി എന്നൊരു വാക്ക് അന്ന് ഇല്ലായിരുന്നെങ്കിൽ കൂടിയും വിശേഷിപ്പിച്ചിട്ടുണ്ടാവും. കാര്യം മറ്റുള്ള സംഗീത സംവിധായകരിൽ നിന്നും കുറച്ചുകൂടി ഫാസ്റ്റായിട്ടുള്ള അല്ലെ യൂത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഓർക്കസ്ട്രേഷനും അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഫ്രേസുകളുമൊക്കെ അർജുനൻ മാസ്റ്റർ പാട്ടിലുണ്ടായിരുന്നു. മുത്തുകിലുങ്ങി എന്ന പാട്ട് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ തലമുറയിലെ ഒരു യുവാവിനും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രണയഗാനമായി തീരാനുള്ള എല്ലാ കെട്ടും മട്ടും ഉള്ള ഒരു പാട്ടാണ് അർജുനൻ മാസ്റ്ററുടെ ഈ ഗാനം എന്നുള്ളതിൽ സംശയമില്ല. മുത്തമൊളിക്കും ചുണ്ടിൽ ചിരികിലും മുന്തിരിത്തേങ്കുടം തുളുമ്പി എൻ ചിന്തയിൽ കവിതകൾ വിളമ്പി വിളമ്പി വിളമ്പി. മുത്തുകിലും മണിമുത്തുകിലും മുത്തമൊളിക്കും ചുണ്ടിൽ ചിരികിലും മുന്തിരിത്തേങ്കുടം തുളുമ്പി എൻ ചിന്തയിൽ കവിതകൾ വിളമ്പി വിളമ്പി വിളമ്പി. എന്നാൽ ഇത് പക്ക അടിപൊളി പാട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല.
നല്ല മെലഡി ഉണ്ട് അതിൽ. അപ്പോൾ സത്യത്തിൽ ഈ അടിപൊളി പാട്ടിൻ്റെ കൂടെ മെലഡി കൂടി ചേർന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഒരു പ്രത്യേകത തന്നെയാണ്. ഓമനയൊരു വട്ടം പുഞ്ചിരിച്ചാൽ ഒരു നൂറിതളുള്ള പൂവിരിയും. ഓമനയൊരു വട്ടം പുഞ്ചിരിച്ചാൽ ഒരു നൂറിതളുള്ള പൂവിരിയും. ഓരോ ഇതളും വസന്തമാകും, ഓരോ വസന്തവും കഥ പറയും. കഥ പറയും, പ്രേമ കഥ പറയും.